പടം പുള്ളി സൂപ്പർ. ദിലീപേട്ടന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പടത്തിലുണ്ട്. നല്ല പടമായിരുന്നു. പണ്ടത്തെ ദിലീപേട്ടൻ്റെ അതേ ഇതില് കോമഡി പടമാണ്. കോമഡി മാത്രമല്ല എല്ലാം ഉണ്ട്, നമുക്ക് ആവശ്യപ്പെട്ട എല്ലാം ഉണ്ട്. ഒരുപാട് നാളുകൾക്ക് ശേഷം നമുക്ക് പഴയ ദിലീപേട്ടനെ തിരിച്ചിട്ടിരിക്കുകയാണ്. പഴയ ദിലീപേട്ടന്റെ കംബാക്ക് ആണ്. ഹായ്, നമ്മുടെ പഴയ ദിലീപിനെ നമുക്ക് തിരിച്ചു കിട്ടി. ആ സിനിമയിൽ എനിക്കൊരു വേഷം ചെയ്യാനെത്തും. ഒത്തിരി ഒത്തിരി സന്തോഷം. ദിലീപിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെ അഭിനയിക്കാൻ ഒരു ഭാഗ്യം കിട്ടി. അത് തന്നെ വളരെ സന്തോഷം. ഇതിലെല്ലാ കഥാപാത്രങ്ങളും ഒന്നും മെച്ചം. ഒരുപാട് സന്തോഷം. എൻ്റെ പേര് KPC പത്മ. ദിലീപിനെ കണ്ടപ്പോൾ എന്താ പറയണ്ടേ, എന്താ ഹാപ്പി. നല്ല മൂവിയായിരുന്നു. ഫാമിലി എന്റർടൈൻമെന്റ് ആണ്. പിന്നെ പണ്ടത്തെ നമ്മുടെ ദിലീപേട്ടനൊക്കെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു നല്ലൊരു ഫിലിമായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഒക്കെ നല്ല അടിപൊളിയാണ്, നമുക്ക് ചിരിക്കാനുണ്ട്. സെക്കൻഡ് ഹാഫിൽ കുറച്ച് നമുക്ക് സങ്കടം വരുന്ന രീതിയിലൊക്കെയാണ്. നല്ല അടിപൊളി സിനിമയായിരുന്നു. ദിലീപേട്ടന്റെ സോളോ ഹിറ്റാണ് ഇത്. നല്ല കോമഡിയാണ്. നമുക്ക് എല്ലാവർക്കും ഫാമിലിയായിട്ട് നന്നായിട്ട് പോയിരുന്ന് ചിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണ്. നമ്മൾ ആഗ്രഹിച്ചൊരു ദിലീപ് തിരിച്ചു വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ പറയാനുള്ള അടിപൊളിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് നന്നായി ചിരിക്കാനുണ്ടായി. സെക്കൻഡ് ഹാഫ് കണ്ണീന്ന് വെള്ളം വന്നത്. ദിലീപേട്ടൻ അടിപൊളിയായിരുന്നു. അടിപൊളി പടം. ഫസ്റ്റ് ഹാഫ് കുഴപ്പമില്ല, സെക്കൻഡ് ഹാഫ് പൊളിച്ചു. വളരെ അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ്റെ എനിക്ക് തോന്നുന്ന കുറേ നാളുകൾക്ക് ശേഷം തിരിച്ചു വരുവാണ്. അടിപൊളിയാണ്. ത്രൂ ഔട്ട് എൻ്റർടൈൻമെൻ്റാണ്. പ്ലസ് ഇന്നത്തെ സമകാലിക വിഷയം പറയുന്ന അങ്ങനത്തെ ഒരു സിനിമയാണ്. എന്താ പറയുക, ഒരു ടെക്നിക്കലൊരു നല്ലൊരു മെസ്സേജും ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് കൊടുക്കുന്നു. എല്ലാവരുടെയും പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ദിലീപേട്ടൻ എനിക്ക് തോന്നുന്നത് എസ്പെഷ്യലി ആഫ്റ്റർ എ ലോങ് ടൈം. പിന്നെന്താ പറയുന്നത്, ഷാരിസ് മുഹമ്മദിൻ്റെ തിരക്കഥ ജനഗണമന എഴുതിയ ആളാണ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റി പ്ലസ് ബാക്കി എല്ലാവരും അടിപൊളിയായിരുന്നു. പക്ക ഫാമിലി എന്റർടൈനർ ആണ്. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ ഫാമിലി ആയിട്ട് വന്ന് കാണാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയാണ്. വിൻഡോ എൻ്റെ ചീഫായിരുന്നു കുറേ സിനിമകൾ. അതിനുശേഷം ഒരു പുതിയ സംവിധായകൻ്റെ ഉദയം തന്നെയാണ് ഈ സിനിമ. നിങ്ങളെല്ലാവരും കാണണം. പ്രത്യേകിച്ച് അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരുപാട് സ്നേഹമൊന്നും തരണ്ട നമ്മൾ. പക്ഷേ ഈ സിനിമ കാണാൻ നിങ്ങൾ തിയേറ്ററിലേക്ക് പോയോ ഉറപ്പായിട്ടും നിങ്ങളുടെ മനസ്സാണ്, അത് ഗ്യാരണ്ടിയാണ്. ഈ സിനിമ മനസ്സുകൊണ്ട് എല്ലാവരും ഇപ്പോൾ കണ്ടിരിക്കേണ്ട സിനിമ. അതാണ് ഞാൻ പറഞ്ഞത്. ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഇപ്പോൾ പ്രത്യേകിച്ച് കാണേണ്ട ഒരു സിനിമ, പ്രത്യേകിച്ച് ഫാമിലി പ്രേക്ഷകർ. ഫാമിലീസ് വെൽക്കം ബാക്ക് ടു ദിലീപേട്ടൻ്റെ പെർഫോമൻസസ് അതാ ഞാൻ പറഞ്ഞത്. ഒന്നും പറയുന്നില്ല. നിങ്ങളെ വായോ വളരെ സിമ്പിൾ. നിങ്ങൾ ഒരുപാട് പ്രതീക്ഷകളൊന്നും വെക്കരുത്. സിമ്പിളായിട്ട് പറയുമ്പോൾ മനസ്സിലാണ്, അത് ഗ്യാരണ്ടി. തീർച്ചയായിട്ടും നമ്മൾ ഈ സിനിമയുടെ കഥ കേട്ടിട്ട് ആണല്ലോ നമ്മൾ ഈ സിനിമ സെലക്ട് ചെയ്ത് ഇന്നത്തെ വിഷയം പറയുന്ന ഒരു സിനിമയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ നമ്മൾ നമ്മുടെ സിനിമയെ പറ്റി ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ ബൈറ്റ് എടുക്കുന്നതിൽ ഒരു യൂസ് കൂടെ ഉണ്ടാവും. കാരണം എന്താ വെച്ചാൽ ഞാൻ വേറൊരു സിനിമയ്ക്ക് അഭിപ്രായം പറയുകയാണെങ്കിൽ അത് ചിലപ്പോൾ കുറച്ചുകൂടെ കറക്റ്റ് ആയിരിക്കും. എന്റെ സിനിമയ്ക്ക് ഞാൻ നല്ല അഭിപ്രായം പറയുന്നതിലോ ഒരു ബൈറ്റ് കൊടുക്കുന്നതിലോ കാര്യമില്ല. തീർച്ചയായിട്ടും ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ടിട്ടൊരു സിനിമയാണ്. നമ്മുടെ ഡേ 1 പോലെ ഞാൻ ഇവൻ പറഞ്ഞിട്ടുണ്ട്. ദിലീപേട്ടനെ സംബന്ധിച്ച് ഒരു നല്ല സിനിമ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. ആ ഒരു നല്ല സിനിമ എല്ലാം കറ തികഞ്ഞ തീർത്ത ഒരു പക്ക ഫാമിലി എന്റർടൈനർ കൊടുക്കാൻ പറ്റിയെന്നാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു വിശ്വാസം. കണ്ടവരെല്ലാവരും തന്നെ അങ്ങനെയാണ് പറഞ്ഞത്. ഞാൻ എല്ലാ തിയേറ്ററുകളിലും വിളിച്ചു, അവരെല്ലാം പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടിട്ട് കാത്തിരുന്ന് കാണാം. ലിസിയുടെ ദിലീപേട്ടനെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ചിത്രം ചെയ്യണമെന്ന് പ്ലാൻ ഉണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കഥയ്ക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തത്. അപ്പോൾ ദിലീപേട്ടൻ തന്നെ പറഞ്ഞത് ഞാൻ ചെയ്ത് ശരിയാവുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ ചെയ്താലേ ശരിയാവുള്ളൂ. അപ്പോൾ അതിനുള്ള റിസൾട്ട് എന്തായാലും തിയേറ്ററിൽ തീർച്ചയായിട്ടും ദിലീപേട്ടൻ നമ്മളെ പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്നൊരു സിനിമയാണ്. കാരണം നമ്മളെ ഇതിൻ്റെ അകത്ത് ഒരു ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ആർട്ടിസ്റ്റുകളായിക്കോട്ടെ, ദിലീപേട്ടന് ഒന്നുമില്ലാത്ത ഇടപെടാതെ അല്ലെങ്കിൽ ഞങ്ങളെ പൂർണ്ണമായിട്ട് ഈ പുതിയ ടീമിനെ, ഈ നമ്മുടെ റൈറ്റർ ആയിക്കോട്ടെ, ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവരും പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് ചെയ്തു തന്ന ഒരു സിനിമയാണിത്. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ റിസൾട്ട് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പോൾ ദിലീപേട്ടൻ്റെയൊക്കെ നമ്മൾ എത്ര സിനിമകൾ കണ്ടിട്ട് ചിരിച്ചിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്, വിഷമം വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിലീപേട്ടനെ ഈ സിനിമയ്ക്ക് ഒരു കമ്പാക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ടീമിൻ്റെ ഒരു വിശ്വാസം. അത് ഒരു പുതിയ ഡയറക്ടറാണ്. ഒരു പുതിയ ഡയറക്ടറിലൂടെ അത് കൊടുക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. ഷാരിസ് പോലെയുള്ള റൈറ്റർ, നമ്മുടെ ബാനർ, ഇതെല്ലാം ആ സിനിമയ്ക്ക് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഔട്ട് ഓഫ്
ദിലീപേട്ടൻ ഒരു പക്ക കമ്പാക്ക് തന്നെ പഴയ ഒരു ദിലീപേട്ടനെ എല്ലാവർക്കും കിട്ടിയതാണ്. കമ്പാക്ക് എന്ന് പറഞ്ഞിട്ട് പോയിട്ടില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മലയാളത്തിൽ ഒരുപാട് സിനിമകൾ നന്നായിട്ടുള്ളൊരു നടനാണല്ലോ ദിലീപേട്ടൻ. അപ്പം അതുകൊണ്ട് ഇത് ഒരുപാട് കുട്ടികൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കമ്പാക്കാണ്. കഥ അടിപൊളിയായിട്ടുണ്ട്. സൂപ്പറായിട്ടുള്ള കഥ. പിന്നെ ഈവൻ സോങ്സും അഫ്സലിക്ക് എനിക്ക് തോന്നുന്നു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ദിലീപേട്ടൻ്റെ പടം ഏത് പക്ക കോമഡി ആണോ ഇമോഷണൽ ആണോ? പടം പക്ക കോമഡി എന്ന് പറയേണ്ട പടം പക്ക ഫാമിലി എന്റർടൈനറാണ്. ഒരുപാട് നല്ല മെസ്സേജസ് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങൾ സിനിമ പറയില്ല, ബാക്കി കാര്യങ്ങളൊന്നും പറയുന്നില്ല. അപ്പം എല്ലാവരും തന്നെ കാണും. എനിക്കൊരു വെക്കേഷൻ സമയത്ത് പാരൻസ് ആയിട്ട് എല്ലാ ഏജിലും ഓക്കെയാണ്. എല്ലാ ഏജിലും ഇപ്പൊ തിയേറ്റർ പുറത്താണ്. കാരണം ഈ അടുത്ത് കണ്ടുവരുന്ന പടങ്ങളൊക്കെ കുറേ വയലൻസ് ഫാമിലി മൂവി ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു പൊടി വയലൻസ് മുന്നിൽ നിൽക്കുന്ന പടം. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി വന്ന് റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് പടമാണ്. ഒരുപാട് സിനിമ പണ്ടത്തെ ദിലീപേട്ടൻ്റെ മൂവിയാണെന്നൊരു ഫീലിംഗ് എനിക്ക് കിട്ടുന്നില്ല. ഇനി അത് സിനിമ പറഞ്ഞു